വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ബേക്കറികളിലെല്ലാം സുലഭമായി കിട്ടുന്ന ലഡു അതേ സോഫ്റ്റ്നെസ്സോടും രുചിയിലും നമുക്ക് വീടുകളിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയും. ഇതിന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ബൗളിനകത്തേക്ക് 2 കപ്പ് അളവിൽ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. കട്ടകൾ ഒന്നും ഇല്ലാതിരിക്കാൻ ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഞാൻ കടലപ്പൊടി ബൗളിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നീട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ഓപ്ഷണൽ ആണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് അല്പാൽപ്പം വെള്ളം ചേർത്ത് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. വെള്ളം കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കുക. ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ബൂന്തി ഉണ്ടാക്കുമ്പോൾ ശരിയായി കിട്ടുകയില്ല. പിന്നെ നിങ്ങൾ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് എങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അഥവാ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ സ്റ്റേജിൽ മാത്രമേ അത് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുത്തും ബാറ്റർ തയ്യാറാക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം വേണം നമ്മൾ മാവ് ചേർത്ത് കൊടുക്കാൻ. നമ്മൾ മാവ് ചേർക്കുന്ന സമയത്ത് ഉടനെ തന്നെ അത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചൂടായെന്നർത്ഥം. അതിനുശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഓട്ടയുള്ള ഒരു തവ ഉപയോഗിച്ച് അതിനകത്തേക്ക് ഓരോ തവി മാവ് ചേർത്ത് ചുറ്റിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ ബൂന്തി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബൂന്തി ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ സമയം ഇത് അടുപ്പിൽ കിടന്ന് മൊരിഞ്ഞു പോവാൻ ഇടയാവരുത്. ചേർത്തതിന് ശേഷം 5-10 സെക്കൻഡ് ചൂടായതിന് ശേഷം നമുക്കിത് കോരി മാറ്റേണ്ടതാണ്. ഇപ്പോൾ ഒന്നിൽ നിന്ന് കുക്കായി കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. മൊരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലഡു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല. അപ്പോൾ ഞാൻ ഇവിടെ ബൂന്തി പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള മാവും ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് ബൂന്തി ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബൂന്തിയെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ഒരു ജാർ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറേശ്ശെയായി ബൂന്തി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അധികം നൈസായി പൊടിഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക മാത്രം ചെയ്യുക. ഈ ഒരു രീതിയിലാണ് ഞാനിതിവിടെ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് തരിയോടുകൂടിയാണ് ഞാനിത് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട പഞ്ചസാര പാനി തയ്യാറാക്കാം. ഞാൻ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് 2 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കുക. 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് പഞ്ചസാര നന്നായി മെൽറ്റായി തിളയ്ക്കുന്ന സമയം വരെ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് ഒറ്റനൂൽ പരുവം ആവേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായി തിളച്ച് വന്നാൽ മതി. ഇപ്പോൾ പഞ്ചസാര പാനി നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും പിന്നെ ഫുഡ് കളർ ചേർക്കുന്നുണ്ടെങ്കിൽ 2 ഡ്രോപ്പ് ഫുഡ് കളർ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ യെല്ലോ ഫുഡ് കളറാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂന്തി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബൂന്തി ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ പഞ്ചസാര പാനിയിൽ നന്നായി മിക്സ് ആവുന്ന വിധത്തിൽ ബൂന്തി ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഫ്ലെയിം ഞാനിവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ നേരത്തെ കുറച്ച് കാഷ്യൂ നട്ട്സും റേസിൻസും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത്
ഒരു 5 മിനിറ്റ് സമയം ഇതിൻ്റെ ചൂട് തണിയാൻ വേണ്ടി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ആ പഞ്ചസാര പാനിയെല്ലാം നമ്മുടെ ബൂന്തി നന്നായി അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ചെടുക്കാൻ പാകത്തിലുള്ള ചൂടാവുന്ന ഈ സമയത്ത് നമുക്ക് കൈവെള്ളയിൽ വെച്ച് ലഡു ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ലഡു ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിതൊരു ഏകദേശം ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലാണ് ലഡു ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം ഒരു 1-2 മണിക്കൂറിന് ശേഷം കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലഡുവിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.